വിഷു ആശംസാ കാർഡിൽ കൃഷ്ണന്റെ മുന്നിൽ ബിരിയാണിക്കുമേൽ ചിക്കൻ ഫ്രൈ. ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നബിദിനത്തിനും റംസാനുമൊക്കെ നബിയുടെ ചിത്രവും പിന്നെ പന്നിയിറച്ചി കുരുമുളക് ഇട്ടുവെച്ച ചിത്രവുമായി വേലായുധൻ നായരുടെ ഹോട്ടലിൽ കിട്ടുമെന്ന് കാണിച്ച് ഒരു കാർഡ് ഇറക്കിയാലോ, ഒരു പോസ്റ്റർ ഇറക്കിയാലോ? അവിടെ പ്രശ്നം ഉണ്ടാകും അല്ലേ? അത്തരത്തിലൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. വിഷു ആശംസാ കാർഡിലാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇത് മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള ചേർത്തലയിലുള്ള ഒരു കടയിൽ, ഒരു സ്ഥാപനത്തിന്റെ വിഷു ആശംസാ കാർഡായിട്ട് ഇറക്കിയിരിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ചിക്കൻ ബിരിയാണിയും അതിന്റെ മുന്നിൽ ഒരു ചിക്കൻ ഫ്രൈയുമാണ്. ഇതാരും കണ്ടിട്ടില്ല, ആരും പ്രതികരിച്ചിട്ടില്ല. ഇതിനൊന്നും ആർക്കും ഇവിടെ പ്രശ്നമില്ല. ഇപ്പോൾ എന്തായാലും ഹൈന്ദവ നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശശികല ടീച്ചർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം ചോദിക്കുന്നത് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ സംഭവം വിവാദമായതിനു ശേഷം ഇതിന്റെ ക്ഷമാപണവുമായി ഇതിന്റെ സ്ഥാപന ഉടമ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ക്ഷമാപണം മാത്രം പോരല്ലോ എന്നാണ് ഭാസ്കരൻ നായർ അജയൻ പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ക്ഷമാപണം മാത്രം പോരല്ലോ സാർ, നബിദിനത്തിനോ റംസാനോ നബിയുടെ ചിത്രവും പിന്നെ പന്നിയിറച്ചി കുരുമുളക് ഇട്ട് വെച്ച ചിത്രവുമായി വേലായുധൻ നായരുടെ ഹോട്ടലിൽ കിട്ടുമെന്ന് കാണിച്ച് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു എങ്കിൽ? പ്രിയപ്പെട്ടവരെ, പ്രതിഷേധങ്ങൾ ശക്തമായതോടെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്: ഡിസൈനർക്ക് പറ്റിയ അബദ്ധമാണ്. പോസ്റ്റർ നിർമ്മാണം പുറത്തുള്ള ഏജൻസിയാണ് ഏൽപ്പിച്ചത്. പതിവ് രീതികൾ തന്നെ. ആദ്യം പരിഹസിക്കുക, പ്രതിഷേധം വരുമ്പോൾ അറിയാത്ത പോലെ മാപ്പ് പറയുക. ഹിന്ദു വിശ്വാസത്തിന്റെ ദൈവങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ അവർ ആദ്യ പരീക്ഷണങ്ങൾ നടത്തുന്നു, പിന്നീട് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രം വിശദീകരണം.